സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പ്. ജലവിഭവ വകുപ്പ് ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. രാവിലെ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലും പാമ്പിനെ കണ്ടിരുന്നു. സെക്രട്ടേറിയറ്റിൽ വീണ്ടും പാമ്പിനെ കണ്ടിരിക്കുകയാണ്. ഇന്ന് ജലവിഭവ വകുപ്പ് ഓഫീസിലാണ് പാമ്പിനെ കണ്ടത്. രാവിലെ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലും പാമ്പിനെ കണ്ടിരുന്നു. ഇതിപ്പോൾ 48 മണിക്കൂറിനിടയിൽ മൂന്നാം തവണയാണ് സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ പാമ്പിനെ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സനൂപ്, 48 മണിക്കൂറിനിടെ 3 തവണ സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കാണുന്നു. ഉദ്യോഗസ്ഥരടക്കം വലിയ ആശങ്കയിലായിരിക്കും. അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണ് ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ പാമ്പിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? നേരത്തെയും ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. സ്നേഹ, ശനിയാഴ്ചയാണ് ആദ്യമായി സെക്രട്ടേറിയറ്റിൽ പാമ്പിനെ കണ്ടത്. അന്ന് ഈ ദർബാർ ഹാളിന് അവിടെ സ്ഥിതി ചെയ്യുന്ന ജലവിഭവ വകുപ്പിന്റെ ഓഫീസിലേക്ക് പോകുന്ന ഇടനാഴിയിലാണ് പാമ്പിനെ കണ്ടത്. ഈ ജീവനക്കാർ അന്ന് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പാമ്പിനെ കണ്ടുകിട്ടിയില്ല. പിന്നീട് പാമ്പ് പിടുത്തക്കാർ ഫോറസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ വന്ന് പരിശോധിച്ചെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് രണ്ടാമത് പാമ്പിനെ കണ്ടത്. അത് ഈ പഴയ നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലാണ് പാമ്പിനെ കണ്ടത്. പാമ്പിനെ കണ്ടതുടനെ തന്നെ ജീവനക്കാർ പേടിച്ച് നിലവിളിക്കുകയും തുടർന്ന് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ വന്ന് അതിനെ തല്ലി കൊല്ലുകയുമായിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പാമ്പിനെ കണ്ടത്. ശനിയാഴ്ച പാമ്പിനെ കണ്ട അതേ സ്ഥലത്ത് ജലവിഭവ വകുപ്പിന്റെ ഓഫീസിന്റെ അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോഴും പാമ്പിനെ കണ്ടത്. ഇത്തവണ പക്ഷേ പാമ്പ് കുടുങ്ങിയിട്ടുണ്ട്. പാമ്പ് പിടുത്തക്കാർ വന്നാണ് പാമ്പിനെ പിടിച്ചത്. വിഷമുള്ള പാമ്പാണെങ്കിലും വലിയ പ്രശ്നമില്ലാത്ത നാഗത്താൻ വിഭാഗത്തിൽപ്പെട്ട പാമ്പിനെയാണ് നിലവിലിപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഈ തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ജീവനക്കാർ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് ഈ ഹൗസ് കീപ്പിംഗ് വിഭാഗം എത്രയും വേഗം ഇവിടെ പരിശോധനയൊക്കെ നടത്തി വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണമെന്നാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. സ്നേഹ.